ഹായ് ഡിയർ. നിങ്ങളിപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡിവൈൻ ഒരു എന്താ പറയുക ഒരു അഡ്വൈസ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലും ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് നിങ്ങൾ പാർട്ണർഷിപ്പ് ബേസിസിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം ആയിരിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയുമായിട്ട് സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത്രയും തീവ്രമായിട്ടുള്ള ഒരു ഇമോഷൻസ് ആണല്ലേ. അപ്പോൾ അത്രയും തീവ്രമായിട്ട് നിങ്ങൾ ആ ഒരു ഇമോഷൻസ് ഒരു വ്യക്തിക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കാതെ തീരുമാനിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. ഓക്കെ. അവിടെ ചലഞ്ചായിട്ട് വരുന്നത് അതാണ്. നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ പല തീരുമാനങ്ങളെടുക്കും. അത്തരത്തിലായിരിക്കാം. അതുപോലെ ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആണ്, നിങ്ങൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു ഫുൾ ഫോക്കസിൻ്റെ ഇടയ്ക്ക് അത്രയും എനർജി കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ പോകും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തിടുക്കത്തിൽ ചെയ്തിട്ട് എന്തെങ്കിലും അതിലൊരു പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ളൊരു ചലഞ്ച്, ഈ ഒരു വേഗത കൂടുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വേഗത ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ സ്നേഹമാണെങ്കിലും ആ ഒരു തീവ്രത അത്രയും കൂട്ടാതെ കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. കൃത്യമായിട്ടൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കുക. ഐ മീൻ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ അവരെ സംശയിക്കാനല്ല, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും അത് തന്നെയാണ് പറയുന്ന ഗൈഡൻസ്. നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് മറ്റു വ്യക്തികൾ കുടുംബക്കാരൊന്നും അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി കുറവായിരിക്കാം. അതായത് റിലീജിയനോ ഏജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അതായത് ഡിഫറൻസസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് തന്നെ മുന്നോട്ട് പോവുക. അതായത് നമ്മൾ ആ ഒരു സമയത്ത് തോന്നുന്ന സ്നേഹത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോകാതെ കൃത്യമായിട്ട് തീരുമാനം എടുക്കുക. ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തതിന് ഒരു വ്യക്തിക്ക് നമ്മൾ ആശ കൊടുക്കാവൂ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ, അപ്പോൾ അതവിടെ രണ്ടുപേർക്കും പെയിനാണ്, കൂടുതൽ അവർക്ക് പെയിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ തീരുമാനിക്കുക. നിങ്ങൾ അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും അതിൽ തന്നെ നിൽക്കുക, മാറാതിരിക്കുക. ഇല്ല, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതവിടെ ഉപേക്ഷിക്കുക. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഇപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ക്ലിയർ ആക്കി മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുമായിട്ട് ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അത് അവരുടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അത് ക്ലിയർ ആയിട്ടൊരു തീരുമാനം എടുക്കുക ആ കാര്യത്തിൽ. എന്നിട്ട് മാത്രം മുന്നോട്ട് പോവുക. കുറച്ച് നാൾ മുന്നോട്ട് പോയിട്ട് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. ഓക്കെ ഡിയർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. താങ്ക് യു ഡിയർ.